അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ടൊന്നും പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് വന്നിട്ടൊരു മാത്സിൻ്റെ സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ മാത്സ് ഇപ്പോൾ നിങ്ങൾ എന്നാണ് വീഡിയോ കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ വീഡിയോ ഇടുന്നത് എന്നാണെന്ന് ആലോചിക്കുകയാണെങ്കിൽ 2000 years later. ഈ വീഡിയോ ഇടുന്നത് 12-ാം തീയതിയാണ്. അപ്പോൾ 12-ാം തീയതിത്തെ സ്റ്റഡി പ്ലാൻ മുതലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നോട്ട് കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 12-ാം തീയതി രാവിലെ മുതൽ രാത്രി വരെ ടൈമുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 12-ാം തീയതി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ ചാപ്റ്ററും അന്ന് തന്നെ തീർക്കണം. മാത്സ് എനിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആകെ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അത് മൊത്തം അത്യാവശ്യം വലിയ വീഡിയോസ് കണ്ടിട്ട് പഠിക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ജസ്റ്റ് എൻ്റെ നോട്ട് നോക്കിയിട്ട് റിവൈസ് ചെയ്യണം. ആ ഒരു ദിവസം ഞാൻ അതിനാണ് കൊടുക്കുന്നത്, 12-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം. അപ്പോൾ 12-ാം തീയതി അങ്ങനെ പോയി. പിന്നെ പറയുകയാണെങ്കിൽ 13, 14, 15, 16, 17, 17-ാം തീയതിയാണ് പരീക്ഷ. ബാക്കി 4 ദിവസം ഉണ്ട്. 4 ദിവസത്തിൽ 3 ദിവസം 2.5 ദിവസം ഫുള്ള് അൽബിൻ കട്ടാക്കട സാറിൻ്റെ വീഡിയോസ് കാണാനാണ് കൊടുക്കുന്നത്. കാരണം അൽബിൻ കട്ടാക്കട സാറിൻ്റെ വീഡിയോസ് ഉണ്ടായിട്ട് മാത്രമാണ് എനിക്ക് +1 മാത്സിന് ഫുൾ മാർക്ക് കിട്ടാനുള്ള കാരണം. ഉള്ളത് പറയാലോ, അൽബിൻ കട്ടാക്കട സാറിൻ്റെ പുള്ളിയുടെ പേര് ഞാൻ പറയാം. അപ്പോൾ അൽബിൻ കട്ടാക്കട സാറിൻ്റെ ക്ലാസ്സൊക്കെ വിഷയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, മാത്സിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. ഏകദേശം അതിലൊരു എനിക്ക് അറിഞ്ഞൂടെ ഏകദേശം 40-ൻ്റെ അടുത്തിട്ട് വീഡിയോസ് ഉണ്ട്, 40-26 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് മൊത്തം ഈ 2.5 ദിവസം കൊണ്ട് കണ്ടു തീർക്കണം. പിന്നെ പുള്ളി എന്തായാലും പുതിയ വീഡിയോസ് ഇടും. അപ്പോൾ അത് മൊത്തം എനിക്ക് കാണുന്നുണ്ട്. കാരണം കുറച്ചും കൂടി 2017-ൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പുള്ളി ഇടുന്നുണ്ട്. കാരണം കൊറോണ ടൈമിൻ്റെ 2017 2019 ആണെങ്കിൽ അറിഞ്ഞൂടാ, അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു. ആ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒരു A+ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം A+ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ 100% ഉറപ്പിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതിനും ടഫാക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ആക്കാനില്ല. അത്രയൊക്കെ കഴിയുള്ളൂ. അപ്പോൾ 6 ഗ്യാപ്പ് തന്നെ എത്രത്തോളം ടഫാക്കുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ടഫാക്കുക സിമ്പിളാക്കുക ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഫിസിക്സ് ടഫായതുകൊണ്ട് തന്നെ കെമിസ്ട്രി സിമ്പിളാവുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, അതും ടഫായി. ഇപ്പം മാത്സ് ടഫാവുന്നുണ്ട്, മാത്സ് സിമ്പിളാവുന്നു, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, നമ്മളെ കയ്യിലല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ ആ 2.5 ദിവസം മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നെ അൽബിൻ കട്ടാക്കട സാറിൻ്റെ മാത്രം, വേറൊരു ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കുന്നില്ല. പല ചാനൽ ഞാൻ നാളെ തന്നെ ഒരു ലാബിനൊക്കെ പല ചാനൽ കണ്ടിട്ട് ആ കൂടി കൺഫ്യൂഷനൊക്കെ ആയി. അതുകൊണ്ട് ഇനി ഒന്ന് തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 2.5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 ദിവസം കൂടി ഉണ്ട്. ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരും. അതായത് 17, 18, 15 ഉച്ച മുതൽ വൈകുന്നേരം രാത്രി വരും. പിന്നെ 16 മൊത്തം 17-ൻ്റെ അര ദിവസമില്ല, ഉച്ചയ്ക്കല്ല പരീക്ഷ, അത്രയും ഉണ്ടാവും. 2 ദിവസം ഉണ്ടാവും. അതിൽ മൊത്തം ഞാൻ ലൈവ് കാണാൻ പോകുന്നത്. അതിലും ക്വസ്റ്റ്യൻസ് തന്നെയാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് തന്നെ അറിയില്ല. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വെറുതെ കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ചെയ്ത് നോക്കുക. മാത്സിലൊക്കെ പിന്നെ ചെയ്ത് പഠിക്കുന്നത്, ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻറ്റ് മാത്സിൽ. മറ്റേലൊക്കെ കൺസെപ്റ്റൊക്കെ പഠിക്കണം, ഇതിൽ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമുക്ക് കൺസെപ്റ്റ് പഠിക്കാൻ കഴിയും. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ 1.5 ദിവസം ഞാൻ സൈലത്തിൻ്റെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവർ എന്തൊക്കെയോ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ യൂട്യൂബിൽ ലൈവ് ഇടുന്ന തന്നെ NCERTൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ അൽബിൻ കട്ടാക്കട സാറിൻ്റെ തന്നെ കുറേ NCERTൻ്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈവുകളും കൂടി കാണുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ലൈവ് കണ്ടിട്ട് എനിക്ക് ആ ലൈവ് തന്നെ ഫുള്ള് കണ്ടിട്ട് ആ ഫുള്ള് കാണാൻ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ലൈവ് സൈലും എക്സാമിൻ്റെ എജുപോട്ടൊക്കെ ലൈവ് ഇടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ ദിവസം ലൈവ് ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫുള്ളായിട്ടുള്ള കാണാൻ നേരില്ല, ഫുള്ളായിട്ട് കണ്ട് കുത്തിരിക്കാൻ നേരില്ല. അതിനോട് അൽബിൻ കട്ടാക്കട സാറിൻ്റെ കണ്ടിട്ട് പിന്നെ എക്സാമിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും ലൈവുകൾ ഉണ്ടാവില്ല, അത് മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. എഴുതി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതിൻ്റെ PDFs നോക്കണം. PDFs എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. കാരണം ഫുള്ളൊന്നും നമുക്ക് എഴുതിയെടുക്കാൻ കഴിയില്ല, ക്വസ്റ്റ്യൻസൊക്കെ ഫുൾ എഴുതിയെടുക്കാൻ കഴിയില്ല. അതിനോട് തന്നെ PDF എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് അതും നോക്കണം എക്സാമിൻ്റെ തലേന്ന് പോകുന്നതിന് മുന്നേ. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ, മാത്സിൻ്റെ ഷോർട്ട് നോട്ട്സൊക്കെ എൻ്റെ വാട്സപ്പ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട്, കയറി ഒക്കെ അതിലുണ്ട്. ആ ഷോർട്ട് നോട്ട്സും കൂടി യൂസ് ചെയ്യണം. ഷോർട്ട് നോട്ട്സ് നല്ല യൂസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മാത്സിൻ്റെ കേസിലൊക്കെ. കാരണം കുറേ ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അത് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ തന്നെ വർക്കൗട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൊരു ചെറിയ സ്റ്റഡി പ്ലാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിന്ദിക്ക് ആകെ 1.5 ദിവസമുള്ളൂ. അതിനോട് തന്നെ ഭയങ്കര റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ഹിന്ദിയിലൊന്നും എന്തായാലും A+ കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ബയോ സയൻസുകാർക്കൊക്കെ പിന്നെ ബയോളജി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ളവരൊക്കെ അത് ചെയ്യുക. ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തവർക്കൊക്കെ നീറ്റിന് അങ്ങനെ എന്തെങ്കിലും പഠിക്കുക. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. മാങ്ങറക്കാണ് കമ്പ്യൂട്ടർ സയൻസിന് 6 ദിവസമൊക്കെ തന്നിന്. ബയോളജി ടഫായി, ആകെ 2 ദിവസം കൊടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസിന് 6 ദിവസമൊക്കെ തന്നിന്. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പോരാത്തന്നെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കുറേ പഠിക്കാനുണ്ട്. കോഡിങ്ങും +2 എന്ന് പറഞ്ഞാൽ +1-ൻ്റെ 2 ഇരട്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ആകെ 12 ചാപ്റ്റർ തന്നെ ഉള്ളൂ, പക്ഷേ 2 ഉണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, ചെറിയ സ്റ്റഡി പ്ലാൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന്.